ബി ജെ പി പിടിക്കുന്ന വോട്ട് നിർണായകമായിരിക്കും. അതെങ്ങനെ വെച്ചാൽ ബി ജെ പിക്ക് ജയിക്കാനും ഒരുപാട് മെമ്പർമാർ, ഒരുപാട് കൗൺസിലർമാരെയൊക്കെ സൃഷ്ടിക്കാനും ഒരുപക്ഷെ കഴിഞ്ഞൊന്നും വരില്ല. പക്ഷേ മുൻ തെരഞ്ഞെടുപ്പുകൾ അപേക്ഷിച്ച് ബി ജെ പി കൂടുതൽ സ്ഥലത്ത് മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ പ്രസൻസ് അവിടെ ഉണ്ടാവും. അപ്പം അന്യഥ ബി ജെ പിക്ക് കിട്ടുമായിരുന്ന വോട്ടുകൾ ബി ജെ പിക്ക് തന്നെ കിട്ടും. അത് കോൺഗ്രസിലേക്കോ എൽ ഡി എഫിലേക്കോ പോവുകയില്ല. മറ്റത് അങ്ങനെയല്ല. ബി ജെ പി നാമമാത്രമായിട്ടൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, അല്ലെങ്കിൽ മത്സരത്തിൽ പ്രചരണം നടത്താതിരിക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ബി ജെ പിയുടെ കോർ വോട്ട് ഒഴിച്ച് ബാക്കി വോട്ടുകൾ, സിമ്പതൈസേഴ്സിൻ്റെ വോട്ടുകൾ എങ്ങോട്ട് പോകും? ഒന്നുകിൽ എൽ ഡി എഫിലേക്ക് പോകും, അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് പോകും. അതത് സ്ഥലത്തെ സൗകര്യവും സാഹചര്യം അനുസരിച്ച് വ്യത്യാസം വരും. പക്ഷേ ഇത്തവണ അത് സംഭവിക്കില്ല. കാരണം ബി ജെ പിക്കാരുടെ വോട്ട് ബി ജെ പിക്ക് തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ ബി ജെ പി എന്നുള്ള ഫാക്ടർ അത് ആർക്ക് കൂടുതൽ ദോഷം ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി. അങ്ങനെ വരുമ്പോൾ അത് യു ഡി എഫിന് കൂടുതൽ ദോഷം ചെയ്യാനുള്ള സാധ്യത. കാരണം ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന വിഭാഗങ്ങൾ ഇപ്പോൾ ബി ജെ പിയിലേക്ക് മാറിയിട്ടുള്ള, ബി ജെ പിയിലേക്ക് ചേക്കേറിയിട്ടുള്ള വിഭാഗങ്ങൾ കൂടുതലും പോയിട്ടുള്ളത് എൽ ഡി എഫിൽ നിന്നല്ല, യു ഡി എഫിൽ നിന്നാണ്. അല്ലെങ്കിൽ പോകാൻ സാധ്യതയുള്ള യു ഡി എഫിൽ നിന്നാണ്. അപ്പോൾ ബി ജെ പി കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അവരുടെ വോട്ട് അവരുടെ ചിഹ്നത്തിൽ തന്നെ പതിയുകയും ചെയ്യുകയാണെങ്കിൽ അതും യു ഡി എഫിന് ഒരു പാരയായിട്ട് ഭവിക്കും.